സഹപ്രവർത്തകയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ സ്ഥലം മാറ്റിയ അധ്യാപകൻ വിചാരണ പൂർത്തിയാകുന്നതിന് മുമ്പേ തിരികെ എത്തിയതിനെതിരെ പരാതിക്കാരി. അധ്യാപികയുടെ പരാതിയെ തുടർന്ന് കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജായിരുന്ന കെ ജലൂസിനെ സുൽത്താൻ ബത്തേരിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. വകുപ്പ് തല നടപടിക്ക് വിധേയമായവർക്കുള്ള സ്ഥലമാറ്റ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ജലൂസ് തിരികെ എത്തിയതെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു. പരാതിക്കാരി ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യവെയാണ് ദുരനുഭവമുണ്ടായത്. നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കെ ജലൂസിനെ സുൽത്താൻ ബത്തേരി സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്ഥലം മാറ്റി. എന്നാൽ കേസ് വിചാരണ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ജലൂസ് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിച്ചെത്തി. ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥലംമാറ്റ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു. സ്ഥലം മാറ്റത്തിനുള്ള 7ാമത്തെ മാനദണ്ഡ പ്രകാരം നിലവിൽ വകുപ്പ് തല നടപടികൾ നേരിടുന്ന അധ്യാപകരും ജീവനക്കാരും സ്ഥലം മാറ്റത്തിന് അപേക്ഷിക്കാൻ പാടില്ല. എന്നാൽ ജലൂസ് അപേക്ഷ സമർപ്പിക്കുകയും പരാതിക്കാരിക്ക് അനുകൂലമായി മൊഴി നൽകിയവർ ഇപ്പോഴും ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് തന്നെ സ്ഥലം മാറി എത്തുകയും ചെയ്തു. അടുത്ത മാസമാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുക. സാക്ഷികളെല്ലാം അതേ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിലും വലിയൊരു കൺസേൺ ഉണ്ട്. സാക്ഷികളെ സ്വാധീനിക്കുക അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക, അങ്ങനെ കേസിനെ അട്ടിമറിക്കപ്പെടുമോ, ഈ കേസിന്റെ ഒരു മെറിറ്റ് തന്നെ അവിടെ അത് പോവോ എന്നുള്ളൊരു കൺസേണും ഉണ്ട്. നിയമങ്ങളെയൊക്കെ ഒരു അട്ടിമറിച്ചും കൊണ്ടാണ് തിരിച്ചു വന്നത്. അത് എന്തിൻ്റെയൊക്കെയോ സ്വാധീനത്തിന്റെ പുറത്താണെന്ന് വിശ്വസിക്കുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വളരെ പരിഭ്രാന്തരാണ് ഇപ്പോൾ. കോഴിക്കോട് ജില്ലയിലെ ഉന്നതനായ CPM നേതാവും മുൻ MLA-യുമായിരുന്ന വ്യക്തിയുടെ അടുത്ത ആളാണെന്ന് പറഞ്ഞ് ജലൂസ് പലപ്പോഴും ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ നൽകിയ പീഡന പരാതിയിൽ പോലീസ് നടപടിയെടുക്കാതെ അന്വേഷണം വൈകിപ്പിച്ചതായും ആരോപണമുണ്ട്. കൊയിലാണ്ടി കോടതിയിൽ പരാതിക്കാരി രഹസ്യമൊഴി നൽകിയതിനു ശേഷം മാത്രമായിരുന്നു ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. ജനം, കോഴിക്കോട്.